നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8:41 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ജായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്നു. അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു. അയാൾ ഈശോയുടെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു. കാരണം 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്നമരണയായിരുന്നു. അവർ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളവളും സമ്പാദ്യം മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അത് സുഖപ്പെടുത്തുവാൻ ആർക്കും കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്നും ജനം മുഴുവന്റെയും മുൻപാകെ അറിയിച്ചു. അവനോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ നീ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. ഇത് കേട്ടപ്പോൾ ഈശോ പറഞ്ഞു, ഭയപ്പെടാണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷിക്കപ്പെടും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കുവാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. അവരെല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയല്ല, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നതിനാൽ അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികയെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും നൽകുവാൻ അവൻ നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുതസ്തബ്ധരായി. സംഭവിച്ചതെന്ത് എന്ന് ആരോടും പറയരുത് എന്നവൻ കൽപ്പിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ബോബനും മോളിയെ കുറിച്ച് നിങ്ങൾ കേട്ടു? എന്റെ പേരല്ല, ടോംസ് എന്നുള്ള അവരുടെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ കഥാപാത്രമാണ് ബോബനും മോളിയും. അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു പണിയുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് അല്പം പോക്കറ്റ് മണി ഉണ്ടാക്കാൻ. ഇവിടുത്തെ പിള്ളേർ പാർട്ട് ടൈം ജോബിന് പോകുന്ന നാട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എല്ലാം ഇത്തിരി ബിസിനസ്സോ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് പൈസ കിട്ടുമല്ലോ. മോനും മോളിയും അവധിക്കാലത്ത് അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തരണം. അപ്പോൾ ഈ ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബിസിനസിന്റെ ബാലപാഠങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയൂ? അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ പൈസ തന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ ഞാൻ നിന്റെ ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അപ്പൻ ബോബനെയും മോളിയും കൊണ്ട് പുറത്തോട്ട് പോയി. ബോബനോട് പറഞ്ഞ് മരത്തേക്കോട്ട് കയറിക്കോളാൻ പറഞ്ഞു. കയറി മരത്തിന്റെ കമ്പിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു, നീ താഴോട്ട് ചാടിക്കോളാം. അപ്പൊ അതുകൊണ്ട് പണി എന്നോട് പറയരുത്, താഴെ പോയാൽ ഞാൻ വീഴും. ഇല്ല, നിന്റെ അപ്പനല്ലേ പറയുന്നത്, നീ താഴോട്ട് ചാടിക്കോളാൻ പറഞ്ഞു. അപ്പനെ വിശ്വസിച്ചുകൊണ്ട് അവൻ താഴോട്ട് ചാടി. പക്ഷേ എടുത്തടിച്ച പോലെ നിലത്ത് വീണു. അവന് നന്നായി വേദനിച്ചു. അവൻ അപ്പനോട് ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചു? അപ്പൊ അപ്പം പറഞ്ഞു, ബിസിനസിന്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് ഇതാണ്, സ്വന്തം അപ്പം പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്. ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് അറിയായിരിക്കും. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സൗഖ്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ക്രിസ്തു കൃത്യമായി പറയുന്നുണ്ട്, സ്പർശനമല്ല, മറിച്ച് വിശ്വാസമാണ്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സൗഖ്യം ലഭിക്കാനായിട്ട് സ്പർശിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. സൗഖ്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്പർശനമല്ല, മറിച്ച് വിശ്വാസമാണ് എന്ന് ഇന്നത്തെ സുവിശേഷം അടിവരയിട്ട് നമ്മളോട് പറയുകയാണ്. ജൈറോസിന്റെ വീട്ടിലെ മകള്, ജൈറോസ് ഒരു യഹൂദ പ്രമാണിയായിരുന്നു, അവൻ സിനഗോഗ് അധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അർത്ഥവും ആളും ഒക്കെ ഉള്ള മനുഷ്യനായതുകൊണ്ട് അവന്റെ മകള് ആസന്ന മരണയായിരിക്കുന്നു. അവരുടെ വീട്ടിലേക്ക് ഗുരു പോകുമ്പോൾ കുറെ ആളുകൾ അവരുടെ കൂടെ വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. ചുറ്റും കൂടി തിക്കിക്കൊണ്ട് പോകുന്ന അവസരത്തിലാണ് യേശുവിന്റെ ചോദ്യം, ആരാണ് സ്പർശിച്ചത്? പത്രോസ് തന്നെ ചോദിച്ചു, എന്തൊരു മണ്ടത്തരമാണ്. ലോകത്തെ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞു, എന്തൊരു മണ്ടത്തരമാണ് നീ പറയുന്നത്, ഇതിന് ചുറ്റും ഇത്ര ആള് കൂടി ഇരിക്കുമ്പോ നിന്നെ സ്പർശിച്ച ആരാന്ന് ചോദിക്കാൻ മാത്രം മണ്ടനാണോ നീ? ഇത്ര ആൾ നിൽക്കുന്നത് കർത്താവ് നീ കാണുന്നില്ലേ? പക്ഷെ കർത്താവ് പറഞ്ഞു, ആരോ എന്നെ വിശ്വാസത്തോടെ സ്പർശിച്ചിട്ടുണ്ട്. അത് മറച്ചു വയ്ക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ത്രീ അവന്റെ മുൻപിൽ വീണ് പറയുന്നുണ്ട്, ഞാനാണ് സ്പർശിച്ചത്. എന്താണ് കാരണമെന്ന് ഈ സ്ത്രീ പറയുമ്പോ, രക്തസ്രാവക്കാരി സ്ത്രീ പറയുമ്പോ കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. രണ്ട് കാര്യങ്ങൾ ക്രിസ്തു ഈ വാചകത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്തോടെ സ്പർശിച്ചാൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ.
രണ്ട്, കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സമാധാനം അരങ്ങേറണമെങ്കിൽ വിശ്വാസത്തിന്റെ ക്ഷാളനം നമുക്ക് ആവശ്യമാണ്. നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന അവസരത്തില് വെറുതെ സ്പർശിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. വെറുതെ സ്പർശിക്കുന്നവർക്ക് ഒരു സ്പർശന സുഖം കിട്ടും, അല്ലെങ്കിൽ ഈശോയെ സ്പർശിച്ചു എന്ന അഭിമാനത്തോടെ ആരോടെങ്കിലും പറയാം. നമ്മൾ പ്രധാനമന്ത്രി തൊട്ടു എന്ന് പറയുന്നത് വലിയ അഭിമാനമാണല്ലോ. അങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ രക്ഷ ലഭിക്കണമെന്നോ സൗഖ്യം ലഭിക്കണമെന്നോ നിർബന്ധമില്ല. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും തിക്കുമുട്ടലുകൾ കാണുന്നുണ്ട്. പലതരത്തിലും ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. ഈ തിക്ക് മാത്രമേ അവിടെ ഉള്ളൂ, അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് രക്ഷ ലഭിക്കാത്തത് എന്നാണ് അടിസ്ഥാനം. പള്ളിയിൽ വരുന്നവരായാൽ പോലും ഈ ദേവാലയത്തിന് വരുന്നവർ വിശ്വാസത്തോടെ അല്ലാതെ പള്ളിയിൽ വന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്തെങ്കിലും രക്ഷ ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിലും നിന്റെ വ്യക്തി ജീവിതത്തിലും സമാധാനം ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നിനക്ക് വിശ്വാസം ഉണ്ടാവും. അതില്ലാതെ ഇത് രണ്ടും സാധ്യമാവില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ആ മകളോട് ദൈവം പറയുക, ക്രിസ്തു പറയുക, നിന്റെ വിശ്വാസം നിന്നിലേക്ക് രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു, അതിനാൽ എന്നും സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളിലും രക്ഷ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടി നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ രക്ഷ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ രക്ഷ ലഭിക്കുന്നവരിൽ സമാധാനം എന്നും നിലനിൽക്കും. 147-ാമത്തെ സങ്കീർത്തനം പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ്, സൗഖ്യം നൽകുകയും മുറിവേറ്റവരെ വെച്ച് കെട്ടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു സൗഖ്യം നൽകുവാൻ തയ്യാറായി നമ്മളോടൊപ്പം ഉണ്ട്. നിനക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് രക്തസ്രാവം എന്ന് പറയുന്നത് വളരെ അശുദ്ധിയുള്ള ഒരു രോഗമാണ്. രക്തസ്രാവക്കാരിക്ക് ആരെയും അവളെ സ്പർശിക്കാനോ അവൾക്ക് ആരെയും സ്പർശിക്കാനോ അനുവാദമില്ല. അങ്ങനെ സ്പർശിക്കപ്പെട്ടാൽ സ്പർശിച്ച വ്യക്തി പോലും അശുദ്ധനാകും എന്ന് കരുതപ്പെടുന്ന കാലഘട്ടത്തിൽ എത്രമാത്രം മാനസിക വ്യഥയോട് കൂടിയിട്ടായിരിക്കും ആ സ്ത്രീ ജീവിച്ചത് എന്ന് നമുക്കറിയാം. 12 വർഷമായി തന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ടും വൈദ്യന്മാരെ മാറി പോയി കണ്ടിട്ടും ഈ രോഗത്തിൽ നിന്ന് വിമുക്തിയാവാതെ ഈ സ്ത്രീ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവള്, മക്കളുടെ അടുത്തേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്ത ഈ സ്ത്രീയുടെ മനോവേദന നമ്മൾ അറിയണം. 12 വർഷക്കാലം ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു രക്ഷയും ഇല്ലാതെ നിൽക്കുന്ന അവസരത്തിൽ ക്രിസ്തു അതിനെ കടന്നു പോകുമ്പോൾ ഇവനെ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ സ്ത്രീ സ്പർശിച്ചത്. ആ നിമിഷം തന്നെ അവളിലേക്ക് രക്ഷ കടന്നു വരുന്നുണ്ട്, അവളിലേക്ക് സമാധാനം കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കണം, കാത്തിരിക്കുന്നതിൽ വൈമുഖ്യമുള്ളവരാണ് നമ്മൾ പലരും. 10, 13, 12 വർഷക്കാലം ഈ രോഗം കൊണ്ടു നടന്നവളാണ്. 12 വർഷം പോയിട്ട് 12 ദിവസം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു മുഴം കയറിൽ തീർക്കുന്നവരാണ് മനുഷ്യര്. ഇന്ന് പലപ്പോഴും അതാണ് കാണുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അധിക ദിവസങ്ങൾ പോലും വെച്ചോണ്ടിരിക്കാൻ ആർക്കും താല്പര്യമില്ല. ജീവിതം തന്നെ അവസാനിപ്പിക്കുമ്പോൾ 12 വർഷമായിട്ട് കാത്തിരുന്ന ഈ സ്ത്രീയുടെ വിശ്വാസം നമ്മുടെ മുമ്പിൽ വലുതാണ്. അതുകൊണ്ട് കാത്തിരിക്കുന്നത് ഒരു വിശ്വാസത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് രക്ഷയ്ക്ക് നിദാനമാണ് എന്ന് നിങ്ങൾ അറിയുക. 2000-ല് റോമൻ ഗുനിയായിലുള്ളവരെ ധ്യാനിപ്പിക്കാനായിട്ട് വന്ന ഒരു ബിഷപ്പ്, അദ്ദേഹത്തിന്റെ പേര് വാൻ ത്വാൻ എന്നാണ്. ബിഷപ്പ് ധ്യാനിപ്പിക്കുന്നതിന് മുൻപ് പരിശുദ്ധ പിതാവ് ചോദിച്ചു, അങ്ങ് എന്താണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അധീനതയിൽ ഞാൻ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടപ്പോ ആ തടവറയ്ക്കുള്ളിൽ എന്റെ വലത് കയ്യിൽ 3 തുള്ളി വീഞ്ഞും ഇടത് കയ്യിൽ അല്പം അപ്പത്തിന്റെ ചെറിയ കഷ്ണങ്ങളും വെച്ച് ഞാൻ 13 വർഷം ബലിയർപ്പിച്ച് എന്റെ വിശ്വാസമല്ലാതെ ഞാൻ എന്താ പിതാവേ പറയുക? ഈ 13 വർഷക്കാലവും രക്ഷ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ, ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ തനിക്ക് കിട്ടിയിരുന്ന വീഞ്ഞിൽ നിന്ന് അല്പം 3 തുള്ളി വീഞ്ഞ് എല്ലാ ദിവസവും എടുത്ത് ഒരു കയ്യിലും അല്പം അപ്പത്തിന്റെ കഷ്ണം ഇപ്പുറത്തെ കയ്യിലും വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച ഈ ബിഷപ്പിന് ആ വിശ്വാസമല്ലാതെ മറ്റെന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾത്തിരക്കിനിടയിലും ദൈവം നിന്നെ തിരയുന്നുണ്ട് സൗഖ്യം നൽകാനായിട്ട്. നിന്റെ വിശ്വാസത്തോടെയുള്ള നോട്ടവും നിന്റെ വിശ്വാസത്തോടെയുള്ള സ്പർശനവും നിനക്ക് സൗഖ്യം നൽകപ്പെടുക തന്നെ ചെയ്യും. രക്തസ്രാവക്കാരി സ്ത്രീ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം നിന്നെ സ്പർശിക്കുന്നില്ലെങ്കിലും നീ ദൈവത്തെ സ്പർശിക്കണം. അത്രമാത്രം താല്പര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ വിശ്വാസത്തോടെ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്നവർക്ക്, വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെയുള്ള ദൈവസന്നിധിയിൽ അണയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ നിദാനം, സൗഖ്യത്തിന്റെ നിദാനം, മാനദണ്ഡം എന്ന് പറയുന്നത് വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും.